നടക്കുമോ ഇത്? എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവിടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് സർക്കാർ ആശുപത്രി കൊണ്ടത്. ഈ സമയത്ത് വല്ല പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിൽ രണ്ടും രണ്ട് പാത്രമായിരുന്നു. രണ്ടും പാത്രമാണ്. നിന്നെ പെണ്ണുമ്പിള്ള പ്രസവിക്കുന്ന പൊറോട്ട ഇറച്ചിയാണോ? അതല്ലെന്ന്. പിന്നെ കൊച്ചു വേറെ തള്ള വേറെ, രണ്ടും രണ്ടായിരം പറഞ്ഞു. ഓ അങ്ങനെ. ആ, നിങ്ങളൊന്ന് കേൾക്കണം. ആദ്യമേ ഇവര് വന്ന് പറഞ്ഞു നോർമൽ ഡെലിവറിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്ന് പറഞ്ഞു സുഖപ്രസവമാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓപ്പറേഷനാന്ന് പറഞ്ഞു. ഇപ്പൊ എന്ന് പറയാം സിസേറിയനാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ, ഈ സിസേറിനും ഓപ്പറേഷനൊക്കെ ഒന്ന് തന്നെ, പേടിക്കേണ്ട കാര്യമില്ല. ഒന്നാണോ? പിന്നെ ഉറുമ്പ് കടിക്കണ വേദന ഉള്ളെന്നാ എന്റെ പെണ്ണുമ്പിള്ള എന്നോട് പറഞ്ഞേ. അയ്യോ, അതെ, ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല. ഇതൊരു തിയേറ്റർ ആണ്. തിയേറ്റർ ആകുമ്പോ ഒച്ചയും ബഹളവും കൂക്കുവിളിയും ഉണ്ട്. അതല്ല തിയേറ്ററുള്ള. ഇതൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്റർ. ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചാ ഞാൻ അങ്ങ് എനിമ വെച്ച് തരും. സിനിമ വെച്ചവരാണ് വിജയുടെ തെറി വെച്ച തന്നെ. എനിമ വെച്ച എന്താവും അറിയാവോ? ഇല്ല. ആ പതഞ്ഞു പറഞ്ഞു ഊപ്പാട് വന്നോളൂ. അല്ല, ഇത് ആരാ? മനോജാരാ? ഈ തൂണ് പോലെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലേ, ഞാനാണ് മനോജ്. നെറ്റിയിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ, അത് മനസ്സിലാക്കാൻ. ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞാ മതി കേട്ടോ. അതെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് 2 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ഉണ്ടാവും. തലേന്ന് 2 കുപ്പി ബ്ലഡ് വേണം. സിസ്റ്റർ, തലേന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. കാലിന്ന് കയ്യിൽ നിന്ന് എടുത്ത് എന്താണ് കുഴപ്പം? അറിയണമല്ലോ. താൻ കോമഡി അടിക്കാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? തന്റെ കെട്ടിയോളാണോ അകത്ത് കിടക്കുന്നത്? അതെ, അത് റെഡിയാക്കി തരണം. ആ വേണം, 2 കുപ്പി ബ്ലഡ് വേണം. കൊണ്ടുതരാം. ഡോക്ടർ പറഞ്ഞേ. ഡോക്ടർ എവിടെ? ഡോക്ടർ സൗകര്യം എളുപ്പം വരും. ഡോക്ടറെ, അവിടെ കിട്ടും. വരൂ സിസ്റ്റർ, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഒരുമാതിരി വൃത്തികേട് പറഞ്ഞ ഡോക്ടറാണെന്ന് ഞാൻ വിചാരിക്കത്തില്ല കേട്ടോ. കണ്ണുകുത്തി പൊട്ടിച്ചാളെ ഞാൻ. നിങ്ങൾക്ക് അറിയാൻ മേല. എന്നാ കണ്ണാ ഇത്? കണ്ണെല്ലാം കൂടെ വെളി വന്നല്ലോ. ഞാനതല്ല പറഞ്ഞത്. വാർഡിൽ ഒന്ന് റൗണ്ട്സിന് പോയാലോന്നാ ചോദിച്ചത്. റൗണ്ട്സിന് പോകാൻ സമയമാകുമ്പോ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തോളാം. എല്ലാത്തിനും കൂടെ ഇവിടെ ഒരാളെ ഉള്ളൂ. ബാക്കിയൊക്കെ ലീവ് എടുത്ത് പോകുമ്പോ ആലോചിക്കണം. ഡോക്ടർ, എന്താണ് ഡോക്ടർ? ഇതൊരു സർക്കാർ ആശുപത്രിയാണോ? അതെ. ഇത് മൊത്തം കൊതുവും അഴുക്കും പൊടിയും മൊത്തം നാശമാണല്ലോ ഇത്. പിന്നെ എന്റെ ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഒരാഴ്ചയായി ഞാനും എന്റെ ഭാര്യയോട് വന്നിട്ട്. ഇതിപ്പോ എത്ര ദിവസം ഉറക്കോളപ്പായി? ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടേ മിസ്റ്റർ? എന്നെ പാപ്പിച്ചാൻ നടക്കുന്നു. സിസ്റ്റർ, ഈ അഹങ്കാരിയുടെ ഭാര്യയ്ക്ക് ഒരു 5 സ്കാനിങ് കൂടെ എക്സ്ട്രാ കീച്ചിക്കോ. ഇല്ലാത്ത പിണ്ടം തള്ളണം. അവൻ എന്നെ പഠിപ്പിക്കാൻ വരിക. ഡോക്ടർ ആരുടെ അത്? ഞാനാ അങ്ങ് വരട്ടെ? തനിക്ക് വേണേ വരണം. പണ്ട് വീട്ടിൽ വന്ന് ചികിത്സിക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു. വേണേ ഇങ്ങോട്ട് വരണം. എന്താ വന്നത്? ഡോക്ടറെ കാണാൻ വന്ന. കണ്ടില്ലേ? എങ്ങനുണ്ട്? ഞാൻ പ്രതീക്ഷ പോലെ അത്ര സൗന്ദര്യമൊന്നും അല്ല. അതല്ല ചോദിച്ചത്. താൻ എന്നെ കാണാൻ വന്നാണോ? ആണെങ്കിൽ ചീട്ടെടുത്തിട്ടുണ്ടോ? ചീട്ടെടുക്കാൻ ഞാൻ തത്തമ്മയോ? അതല്ല, ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോന്നാ ചോദിച്ചത്. 2 രൂപ കൊടുത്തപ്പോ. അത് വേണം. ചുമ്മാ ചന്തയെ ചാടി പോകുന്ന പോലെ ഇങ്ങോട്ട് വന്നാൽ എന്നെ കാണാൻ പറ്റത്തില്ല. ടിക്കറ്റ് എടുത്തോ. ടിക്കറ്റ് വേണം. ഇതൊക്കെ ഇതെന്നെ തലയിലെന്നാ ചിതൽപ്പറ്റോ? അയ്യോ, തനിക്ക് ഭയങ്കര സീരിയസ് ആണല്ലോ. അയ്യോ, ഇതൊക്കെ സൂക്ഷിക്കണ്ടേ മിസ്റ്റർ? എന്നാ പറ്റി? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു കെയറിംഗും ഇല്ല. അയ്യോ, തനിക്ക് ഭയങ്കര സീരിയസ് ആണ്. എന്നാ പറ്റിയെന്ന് പറ. തനിക്ക് ഷുഗർ തീരെയില്ല. ഷുഗർ 40. നോക്കട്ടെ. നോക്ക. എടാ പൊട്ടക്കണ്ണ പ്രാന്താ. എന്ത് ഷുഗർ 40 നല്ല ഷുക്കൂർ. എന്റെ പേര് 40 വയസ്സെന്നാണ്. ഇപ്പൊ എന്നാണ് പ്രശ്നം? എന്താണ്? തലയ്ക്ക് ഭയങ്കര പെരുപ്പാ. തലയ്ക്ക് പെരുപ്പ? ഇതല്ലേ മിസ്റ്റർ ആദ്യം പറയേണ്ടത്? ആണോ? ഇതല്ലേ ആദ്യം പറയേണ്ടത്? ഇപ്പൊ എന്താണ് അവസ്ഥ? എന്താണ്? തലയ്ക്ക് ഭയങ്കര പെരുപ്പ. നല്ല പെരുപ്പുണ്ടോ? എന്തായാലും അലർജി ഉള്ള സ്ഥിതിക്ക് തനിക്ക് ഞാനൊരു പെൻസിൽ എഴുതി തരാം. അതിനാ ഈ പേന തെളിയേ? ദൈവമേ, ഞാൻ പറയുന്നത് നീ മൂത്രത്തിൽ കല്ലുണ്ടോ? എന്ത് മൂത്രത്തിൽ കല്ലുണ്ടോ? മൂത്രത്തിൽ കല്ലുണ്ട്. ഉണ്ട്. ഇവിടെ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. ഞാനിതെങ്ങനെയും കളയാൻ നോക്കുക. അന്നേരം അത് കുടിച്ചു വെക്കാൻ പോണം. ഇവര് ഇങ്ങോട്ട് മാറി നിൽക്കടാ. അങ്ങോട്ട് മാറി നിൽക്കേ. എന്നാ പരിപാടിയാ? നീക്കടാ. വലിച്ചുവിട്. വലിച്ചുവിട്. ഉണ്ടോ? എന്തോന്ന്? തീർത്തുണ്ടോ?
സ്റ്റെതസ്കോപ്പിനെ അടിച്ചു കൊല്ലുന്നുണ്ട് ഞാൻ പറഞ്ഞേക്കാം. ശ്വാസം വലിച്ചു വിടാം. വലിച്ചു വിടാം. എന്റെ മെഡിക്കൽ ജീവിതത്തിൽ ഇങ്ങനൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ദൈവം, താൻ ചത്തു. താൻ ചത്തു. അയ്യോ ഡോക്ടർ പ്ലീസ് ഒന്നുകൂടെ നോക്കണം. ഒന്നുകൂടെ നോക്കിയിട്ട് കാര്യം. അയ്യോ എനിക്ക് വിശ്വാസമില്ല. താൻ വിശ്വസിക്കണം. സത്യമായിട്ട് താൻ വിശ്വസിക്കണം. എന്റെ വീട്ടിൽ ചെന്ന് പറയണ്ടേ? വേഗം പോയി പറഞ്ഞോളൂ, താൻ മരിച്ചു. പ്ലീസ് ഒന്നുകൂടെ നോക്കണം. എന്തൊരു കഷ്ടമായത്. ശല്യപ്പെടുത്തരുത്. വലിച്ചൂട്. എടാ പ്രാമ്പ, ഇതെടുത്ത് ചെവിയിൽ വെക്കോ. ഞാനിപ്പോ മരിച്ചു പോയെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഷാപ്പെട്ട് മേടിച്ചു വെച്ചാല്. സിസ്റ്റർ, 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 ഇവിടെ വരൂ, ഇവിടെ വരൂ. സിസ്റ്റർ, ഇവിടെ വരൂ. കൊള്ളാത്ത സാധനം. എന്താ ഡോക്ടർ? ഈ അഹങ്കാരിയുടെ മുറിവ് പച്ചയ്ക്ക് സ്റ്റിച്ചിടണം. പച്ചയ്ക്ക്. അയ്യോ, അപ്പൊ മയക്കണ്ടേ? ചെന്ന് കേറിക്കൂടെ, അവൻ നിന്നെ മയക്കാതെ നോക്കി. എന്താടാ ഇത്? കുറെ എണ്ണത്തിന് ഇങ്ങനെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് രാവിലെ. ഡോക്ടർ, എന്താണ് ഡോക്ടർ, എന്താണ് ഡോക്ടർ, എന്ത് വേണു? ഡോക്ടർ, എന്റെ ഭാര്യ എങ്ങനെയുണ്ട്? എന്റെ ഭാര്യ എങ്ങനെയുണ്ട്? അവന്റെ ഭാര്യ എങ്ങനെ ഉണ്ടെന്ന്? അയ്യോ അതല്ല, പിന്നെ എന്റെ ഭാര്യയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ഓ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതാ ചോദിച്ചത്. എന്താ പേര്? മനോജ്. സി മിസ്റ്റർ മനോജ്, ആ, താങ്കൾ ഇവിടുന്ന്, താങ്കളുടെ ഭാര്യയ്ക്ക് കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. ഉവ്വ. എന്തായാലും താങ്കൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഒരു പുതിയ ഭാര്യയുമായിട്ടായിരിക്കും. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഇതൊക്കെ എന്റെ ഡ്യൂട്ടി അല്ലേ? പക്ഷെ ഡോക്ടർ, ഡോക്ടർ എനിക്ക് പുതിയ ഭാര്യ തരുന്ന വിവരം അകത്ത് കിടക്കുന്ന എന്റെ പഴയ ഭാര്യ ഉണ്ടല്ലോ, അവൾ അറിയരുത്. ആ കരിമന്തി അറിഞ്ഞാൽ അവൾ ഇതെല്ലാം കുളമാക്കും. ഡോക്ടർ വിളിക്കും. ഡോക്ടർ, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സുന്ദരിയായിട്ട് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോടി പോയി ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചോളാം. ഡോക്ടർ വിളിക്കും. ഡോക്ടർ തരൂ. ഡോക്ടർ പുതിയ ഭാര്യയെ തരും, ഞാൻ കൊണ്ടുപോകും. ഡോക്ടർ ഞാൻ വണ്ടി വിളിച്ചിട്ട് വരട്ടെ. ഡോക്ടർ ധൃതി വെക്കാതെ പുതിയ ഭാര്യയായിട്ട് പോകാനിരിക്കുകയാണല്ലേ? അകത്ത് കിടക്കുന്നത് കരിമന്തി, അവൾ അറിയരുത്. എടാ വേട്ടാവളിയാ, നിനക്ക് പെണ്ണൊപ്പിച്ചേരാ ഞാൻ എന്തോടെ ബ്രോക്കറാണോ? അല്ല. എണീച്ചവിടുന്നു. അവൻ പുതിയ ഭാര്യയെ കൊണ്ട് പോകാൻ നിൽക്കുന്നു. നിന്റെ ഭാര്യയുടെ അസുഖം മാറ്റി അവളെ ആരോഗ്യവതിയായി തിരിച്ചു തരാമെന്നാ പറഞ്ഞത്. ഇങ്ങനെ ആശിപ്പിക്കരുത് ഡോക്ടർ. ഭയങ്കര ആശയായിപ്പോയി. ഭയങ്കര ആശ. ഹിനാവുകൾ കണ്ടുപോയി. മനോജ് എവിടെ? മനോജ്. യെസ് മനോജ്. ആ, ഭാര്യ പ്രസവിച്ചു, സുഖപ്രസവം. എന്ത് തോന്നിയ സിസ്റ്റർ നിങ്ങൾ ഈ പറഞ്ഞത്? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പേരിടുന്നത് അതിന്റെ അച്ഛനും അമ്മയാണ്, അല്ലാതെ ഡോക്ടറും സിസ്റ്ററും കൂടെ ചേർന്നല്ല കുഞ്ഞിന് പേരിടുന്നത്. എവിടുത്തെ ന്യായമാണ്? എന്റെ കുഞ്ഞെ ഒന്നും വിചാരിക്കല്ലേടോ. തന്റെ കൊച്ചിന് പേരിടണോന്ന് ഞങ്ങള് പറഞ്ഞോടോ? ഡോക്ടർ പറഞ്ഞോടോ? വെറുതെ അനാവശ്യം വിളിച്ച് പറഞ്ഞോണ്ടല്ലോ, കൊച്ചു മേടിച്ചു പോവല്ലോ. പിന്നെ നിങ്ങളിപ്പോ വന്ന് പറഞ്ഞോ എന്റെ ഭാര്യ പ്രസവിച്ചു ശിവപ്രസാദ് ഇപ്പൊ വന്ന് പറഞ്ഞല്ലോ. സുഖപ്രസവം എന്നാ പറഞ്ഞു. കുഞ്ഞിനെ കാണണോ തനിക്ക്? ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണേ. എന്റെ പ്രാർത്ഥന പോലെ എനിക്ക് ആൺകുഞ്ഞിനെ തന്നെ കിട്ടണേ. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എനിക്ക് ആൺകുഞ്ഞിനെ തന്നെ കിട്ടിയല്ലോ. സന്തോഷം. ഐ ആം ഹാപ്പി. ഞാൻ വിചാരിച്ച പോലെ ആൺകുഞ്ഞല്ല, ഇതെന്റെ വിരലാ. വീട് എടാ മോനെ, ഹാപ്പി അല്ലേ? ഹാപ്പി ആകണം. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും Everybody join.